പ്രിയപ്പെട്ടവരെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പളനി യാത്ര പോവുകയാണ്. പളനിയിലെ പുതിയ വിശേഷങ്ങൾ കണ്ടുവരാം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മളോടൊപ്പം ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. തമിഴ്നാട് റോഡ് എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളിതാ തമിഴ്നാട്ടിലെ പളനിക്ക് അടുത്തുള്ള പൊള്ളാച്ചി റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. സംഗതി അടിപൊളിയാണ്. രണ്ട് സൈഡും കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കുന്നുണ്ട്. അത് അടിപൊളി ആസ്വദിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ പളനി എത്തിയിട്ടോ. ഇന്ന് ഇവിടെ താമസിച്ച് നാളെ രാവിലെ ആട്ടോ നമ്മൾ ദർശനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ താഴെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അൻപതോളം വർഷങ്ങളായിട്ട് പളനി യാത്ര ചെയ്യുന്ന ബാലൻ, അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മളുള്ളത്. എന്തൊക്കെയാണ് പളനിയിലെ പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു സുബ്രഹ്മണ്യസ്വാമീൻ്റെ ഭക്തന്മാരാണ്. നമ്മളിവിടെ ഒരു തറവാട് ക്ഷേത്രത്തിൽ പിന്നെ മണ്ഡലം കാലം കൂടുകയെന്ന് പറയും. ആ പൂജ പൂർത്തിയാക്കി അതിൻ്റെ പിറ്റേന്ന്, അതായത് 42-ാം ദിവസം, മണ്ഡലം 42-ാം ദിവസം നമ്മൾ പോകും. പാലാഴി മഠത്തിലാണ് നിങ്ങൾ എല്ലാ വർഷവും താമസിക്കല്. അപ്പോൾ ഈ പാലാഴി മഠവും ഈ ക്ഷേത്രവുമായിട്ട് എന്താണ് ബന്ധം? അതായത് പാലാഴി മഠം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബപരമായിട്ട് അവിടെ മുൻപ് കാലങ്ങളിൽ കുട്ടികളില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും അത് സുബ്രഹ്മണ്യസ്വാമീനെ അവിടുത്തെ ഒരമ്മ ഭജിച്ചതിൻ്റെ ഭാഗമായിട്ട് കുട്ടി ഉണ്ടാവുകയും അങ്ങനെ അതിൻ്റെ ഒരു ഇതായിട്ട് അവിടുന്ന് അഭിഷേകമായിട്ട് നമ്മൾ കയറുകയാണ്. പാലാഴി മഠം താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ നമുക്ക് ആ മുകളിൽ അഭിഷേകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരുക്കി അവിടുന്ന് നമ്മളെ കൂടെ അഭിഷേകം ചെയ്യാൻ അവിടുന്ന് ആൾക്കാർ അവർ വരും. ദർശനത്തിനോ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിരുന്നു? ദർശനം ചെയ്യുന്ന സൗകര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിരുന്നു? കാര്യമായിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ അന്നത്തേനേക്കാൾ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. പിന്നെ കൂടാതെ അന്നൊക്കെ നമ്മൾ ഈ കുതിരവണ്ടി മാത്രമായിരുന്നു നമ്മൾ അവിടുന്ന് ഉരമ്പലും അതുപോലെ തന്നെ അതിൻ്റെ പരിസരമൊക്കെ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കല്. ഇപ്പോഴും ഓട്ടോറിക്ഷ ഇഷ്ടം പോലെ ആയി. തല മുണ്ടനം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണല്ലോ. പല സ്ഥലങ്ങളിലും ക്ഷേത്രത്തിൻ്റെതല്ലാത്ത മുടി വടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെടാതെ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെതായ ഷെഡിൽ കയറി തല മുണ്ടനം ചെയ്യുക. അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലൊക്കെ. അപ്പോൾ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക. ഈ പഴനിയിലെ വിഗ്രഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നവപാഷാണങ്ങളാലാണ് നിർമ്മിച്ചത്. നവപാഷാണം എന്ന് പറയുന്ന സമയത്ത് 9 ഉഗ്രവശങ്ങൾ, അതായത് മഹർഷിമാരുടെ കാലത്ത് ഒരു ആനുപാതികമായിട്ട് സ്ഫുടം ചെയ്തിട്ടാണ് ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഉള്ള 1-2 വിഗ്രഹങ്ങൾ മാത്രമാണ്, അതായത് അപൂർവ വിഗ്രഹങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതിൽ അഭിഷേകം ചെയ്ത് എന്തായാലും നമ്മളത് കഴിച്ചാൽ രോഗശമനവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ പുതിയ വിശേഷം എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദണ്ഡാപാണി നിലയം എന്ന ഇവിടുത്തെ പുതിയ ദേവസ്ഥത്തിൽ തന്നെ റൂമുകൾ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. 300 രൂപയ്ക്ക് നല്ല വൃത്തിയും സൗകര്യവുമുള്ള റൂമുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റൂമുകൾ മുഴുവൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. അടിവാരം ചുറ്റി കാണുന്ന രീതിയിൽ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ബസ് സംവിധാനം വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? നല്ല കാര്യമാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം പഴയ പോലെ നടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളേതായാലും നടന്നാണ് പോവാറ്. പക്ഷേ ആവശ്യമുള്ള ആൾക്കാരൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മല കയറാനും ഇപ്പോൾ ബസ് പോയിട്ടുണ്ട്, റോപ്പ് വേ ഉണ്ട്. അതുപോലെ തന്നെ വാഹനത്തിലും മുകളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിക്ക് ശേഷം അവിടെ നല്ല ഭക്ഷണം, എത്ര ആൾ ചെന്നാലും ഇഷ്ടംപോലെ, അതായത് നല്ല ഭക്ഷണങ്ങൾ, നല്ല സദ്യ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഏർപ്പാട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരു സൗകര്യം അത് കുറച്ചു കാലം മുമ്പ് ഇല്ലായിരുന്നില്ല? ഇല്ലല്ല, മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് അവിടെ ഭക്ഷണം സദ്യ എന്നുള്ള സംഭവം. അതെ അതെ അതെ. അപ്പൊ നല്ല സദ്യ ഉണ്ട് കേട്ടോ, പോയി കഴിച്ചോളൂ. രാത്രി പളനിയിലെ അടിവാരം ചുറ്റിക്കാണൽ വളരെ പ്രധാനമാണ്. ഒരുപാട് ആളുകൾ, കച്ചവടങ്ങൾ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർ, അങ്ങനെ തിരക്കേറിയ ഒരു ഏരിയയാണ് ഇവിടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പഴനിയിലെ പ്രസാദം, പഞ്ചാമൃതം. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൗണ്ടറിൽ നിന്ന് മാത്രം വാങ്ങുക. മറ്റ് എല്ലാ കടകളിലും ഡ്യൂപ്ലിക്കേറ്റ് പ്രസാദം വിൽക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ പഴനി മലയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നത് പുതിയ നിയമമാണ്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫോൺ സൂക്ഷിക്കുന്നതിനടുത്ത് തന്നെയാണ് ഇൻഫോർമേഷൻ കൗണ്ടർ ഉള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് ഒരു SBI ATM കൗണ്ടർ ഉണ്ട്. ഞങ്ങളും ഒരു ATM കൗണ്ടർ നോക്കി നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ATM കൗണ്ടർ ഉള്ളത്. പഴനിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ വിശേഷമാണ് അടിവാരം ചുറ്റി കാണുന്നതിനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടി ഭക്തർക്ക് സൗജന്യമായ ബസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നത്. രാവിലെ നേരത്തെ എണീറ്റ് പളനിമല കയറാനുള്ളതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. മലയിലേക്ക് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ നിവൃത്തിയില്ല. പാലാഴി മഠത്തിനെ പോലുള്ള കാര്യങ്ങളെ ആശ്രയിക്കുക. അതുപോലെ തന്നെ പോകുന്നവർ വളരെ ഭംഗിയായിട്ട് വൃത്തിയോടുകൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാവും ആണ് 50 വർഷമായിട്ട് പളനിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാലൻ അല്ലെ പറയുന്നത്. ഇപ്പൊ ഞങ്ങളെ കൂടെ തന്നെയാണ്, ഞാനും അവരുടെ കൂടെ തന്നെയാണുള്ളത്. അപ്പൊ ഞങ്ങള് നമ്മളെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹം അടയാളപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.